ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാവുന്ന പകാരിയ എന്ന ബ്രാൻഡിൽ വരുന്നൊരു 24 ഇഞ്ച് LED TV ആണ്. നിലവിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും സപ്ലൈ കുത്തിയിട്ട് പവർ LED കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിലവിൽ സപ്ലൈ കുത്തിയിട്ട് പവർ LED വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് അഴിച്ച് പീസാക്കാം. സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് മൊത്തം പീസാക്കിയിട്ട്. നിലവിൽ പവർ LED വർക്ക് ചെയ്യുന്നില്ല. ട്വൽവ് വോൾട്ട് സപ്ലൈ നിലവിൽ ഇതിലുണ്ട്. 12 വോൾട്ട് ഓക്കെയാണ്. ത്രീ വോൾട്ടും ഉണ്ട്, 1.8 ഉണ്ട്. ഫൈവ് വോൾട്ടും കറക്റ്റായിട്ടുണ്ട്. ഫ്രണ്ട് വാനിലേക്കുള്ള വോൾട്ടേജ് നിലവിലുണ്ട്. ഫ്രണ്ട് വാനിൽ LED കത്തുന്നില്ല, സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് ഈ പ്രോസസ്സർ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഈ IC കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ സെയിം പ്രശ്നം വരാറുണ്ട്.
ഇപ്പോൾ ലെഗുലേറ്ററും പ്രോസസ്സറും ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാൻഡ് ബൈ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ലൈറ്റ് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് പവർ ഓണാക്കി നോക്കാം, ഓൺ ആകുന്നുണ്ടോ എന്ന്. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ റിലീസായി. ഇപ്പോൾ ടി വി നിലവിൽ ഓണായിട്ട് ഓഫായി പോയി. ഒന്ന് ഓണായിട്ട് വീണ്ടും സ്റ്റാൻഡ് ബൈ ലൈറ്റ് ഓഫായി പോയി. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ലെഗുലേറ്ററൈസ് ഒന്നുകൂടെ ഹീറ്റാക്കി നോക്കാം. അതാണ് അതിൻ്റെ ഇപ്പോൾ വീണ്ടും പവർ എൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡ് റിലീസ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് റിലീസ് ആവുന്നില്ല. നിലവിൽ ലെഗുലേറ്ററാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. നിലവിൽ ലെഗുലേറ്റർ റിമൂവ് ചെയ്തിട്ട് ലെഗുലേറ്റർ വേറെ മാറ്റി വന്നു. അപ്പോൾ ആദ്യമേ ഈ ലെഗുലേറ്റർ അവിടുന്ന് റിമൂവ് ചെയ്യാം. ആദ്യമേ തന്നെ ഫ്ലെക്സ് വെക്കണം. ഇതാണ് IC. പുതിയ IC ഫിക്സ് ചെയ്യാം. IC നിലയിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് PC വന്ന് ക്ലീൻ ചെയ്യണം. ആ ടിന്നറിൽ എന്തെങ്കിലും മയം ഉണ്ടെങ്കിൽ വലിഞ്ഞോ ജസ്റ്റ് ബ്ലോവറിനൊന്ന് ഹീറ്റ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ആ വെള്ളമയം ഇവിടെ നിൽക്കും.
ടി വി നമുക്കൊന്ന് പവറൊന്ന് ഓണാക്കി നോക്കാം. നേരത്തെ ആ IC ഹീറ്റ് ആക്കുന്ന സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളായിരുന്നു. നോർമലായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IC മാറ്റിയിട്ട് ഇപ്പോൾ പവർ ലൈറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ പവർ ലൈറ്റ് IC ഹീറ്റ് ആകുന്ന സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു. സ്റ്റാൻഡ് ബൈ ഒന്ന് റിലീസാക്കി നോക്കാം. ഗ്രീൻ ലൈറ്റ് വന്നു. നിലവിൽ സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെയായി. ഇപ്പോൾ നല്ല TV ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല TV ഓക്കെയാണ്. സീരിയലായിട്ട് കുത്തിയിരുന്നുകൊണ്ടാണ് സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് വീണ്ടും ഈ സമയത്ത് ഇപ്പോൾ ചേഞ്ച് ആയി പോയത്. അപ്പോൾ നിങ്ങൾ ഓഫാക്കി ഓണാക്കി നോക്കാം. ഓഫാക്കിയിട്ട് വീണ്ടും സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. സ്റ്റാൻഡ് ബൈ റിലീസാക്കി നോക്കാം. ഇപ്പോൾ നിലവിൽ ഓക്കെയാണ്. അപ്പോൾ നേരത്തെ 3 വോൾട്ട് കാണിച്ചത് 3.3 കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. 3.3 ആണ് ശരിക്കും അത് കാണിക്കേണ്ടത്. ഇപ്പോൾ 3.3 സംതിങ് കാണിക്കുന്നുണ്ട്. നേരത്തെ 3 വോൾട്ട് മിച്ചമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3 വോൾട്ട് ഇതിൻ്റെ അത് കുറവുണ്ടെങ്കിൽ പിന്നെ IC ഏറെക്കുറെ കംപ്ലൈൻ്റ് ആണെന്ന് തന്നെ ഉറപ്പാക്കാം. അപ്പോൾ ആദ്യം സാറിന് പ്രോസസ്സറിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് റിലീസ് ആകാതിരിക്കും. അതുകൊണ്ട് ആ പ്രോസസ്സർ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കി. കഴിഞ്ഞ് റെഗുലേറ്റർ ഹീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡ് ലൈറ്റ് അതുവരെ വർക്ക് ചെയ്യാതിരുന്ന ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റാൻഡ് ബൈ ജസ്റ്റ് ഒന്ന് റിലീസ് ആകാൻ തുടങ്ങിയിട്ട് വീണ്ടും സ്റ്റാൻഡ് ബൈയിലേക്ക് വന്നപ്പോൾ നമ്മൾ IC മാറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ TV നിലവിൽ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.